ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര വെച്ചാൽ നമ്മുടെ സയൻസ് സിറ്റി, നമ്മുടെ കോട്ടയത്തൊരു സയൻസ് സിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. കോട്ടയം എന്ന് പറഞ്ഞാൽ കോട്ടയത്തല്ല, ഇത് കുറവിലങ്ങാടാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ സയൻസ് സിറ്റി കോട്ടയം എന്നാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. കോട്ടയത്ത് നിന്ന് ഇവിടുന്ന് ഏകദേശം 22 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. എന്നാലും സയൻസ് സിറ്റി കോട്ടയം എന്നാണ് ബോർഡിൽ കൊടുത്തേക്കുന്നത്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സയൻസ് സിറ്റിയുടെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണിത്. ഇപ്പോൾ സമയം 4:30 5 മണി വരെയാണ് സമയം. പിന്നെ ടിക്കറ്റ് എടുത്തു, അരമണിക്കൂറേ സമയം കിട്ടിയുള്ളൂ. 30 രൂപയാണ് റേറ്റ് വരുന്നത്. 3D ഷോയ്ക്ക് 30 രൂപ. 3D ഷോ കാണാൻ സമയമില്ലാത്തതുകൊണ്ട് സാധാ ടിക്കറ്റ് തന്നെ എടുത്തു. അങ്ങനെ ഉള്ളിലേക്ക് കയറി. ഇനി അരമണിക്കൂർ മാത്രമേ സമയമുള്ളൂ. ഒരു സയൻസിൻ്റെ അത്ഭുത ലോകം. നമ്മൾ പണ്ട് പഠിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് നേരിൽ കാണാം. നമ്മളെ ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊരു പ്രാക്ടിക്കൽ വ്യൂ പോയിൻറ്റിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് ഈ സയൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതൊരു നടുവിലൊരു 3D ഷോ പോലത്തെ ഒരു സംഭവമാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്നൊരു സംഭവമാണിത്. ഒരു 2-3 മണിക്കൂറെങ്കിലും നമുക്ക് നല്ല ഈ സയൻസ് നമുക്ക് ഫുള്ളൊന്ന് കണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതൊരു ഭൂമിയുടെ ഒരു ഇതാണ്. അതൊരു 3D രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. അത്രയും പെർഫെക്റ്റ് ഫീലിങ്സ് ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒറ്റ സിംഗിൾ പ്രസ് അടിക്കുന്നു. കാന്തികന്റെ രൂപം തിരിച്ചറിയാം. പ്ലെയിനോ? കാന്തിക ബലരേഖ. വായുവിലൂടെ ഒഴുകുന്ന സാധനം. പോകുന്നുണ്ടോ? അതിങ്ങനെ പോണം. തോട്ടി വിടണം. തിരിച്ചിറക്ക. മനസ്സിലായോ? വരുന്നുണ്ടോ? പൊളി സംഭവം. അടുത്ത ബോളിനോട് വിട്. അതാ പറഞ്ഞ ഇപ്പോൾ ആ സാധനം അവിടെ വന്ന് തട്ടും. ഇപ്പോൾ കണ്ടോണം. ഇതുണ്ടോ ഇവിടെ വന്ന് തട്ടും. ഉണ്ടേ ഇപ്പോൾ മറ്റേ വരും. അതിലൂടെ വരും.
വെറും അരമണിക്കൂർ കൊണ്ട് ഓടിച്ചിട്ട് കണ്ടു. ഒരു കാണുവാനൊരു 2-3 മണിക്കൂർ കാണാനുള്ള കാഴ്ചയുണ്ട്. പക്ഷേ സമയം 5 മണി വരെ ഉള്ളൂ. വരുമ്പോൾ നേരത്തെ പറഞ്ഞ് കാണണം. 30 രൂപയാണ് റേറ്റ്. ആ 30 രൂപയ്ക്കുള്ള മുതലുണ്ട്. 3D ഷോയും കൂടെ കാണുവാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.